ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗമാണ്. ദരിദ്രരോടും ബലഹീനരോടും എങ്ങനെ കരുണയോടെയും നീതിയോടെയും പെരുമാറണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്ന അതീവ സ്പർശനീയമായ ഒരു തിരുവചന ഭാഗമാണ് ഇത്. ഈ തിരുവചനം നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ദൈവശബ്ദം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായി കേൾക്കപ്പെടട്ടെ. ആദ്യം നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. സ്നേഹനിധിയായ പരിശുദ്ധ പിതാവേ, ഈ പുതുവെളിച്ചത്തിനായിട്ട്, ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നിന്റെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവനാകട്ടെ. കരുണയും സ്നേഹവും നീതിയും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കഷ്ടതയിൽ കഴിയുന്നവരെ കാണുമ്പോൾ അവരെ അവഗണിക്കാതെ നിന്റെ സ്നേഹം പങ്കുവെക്കുന്നവരായി ഞങ്ങളെ തീർക്കുമാറാകണമേ. ഈ സമയം ഈ ധ്യാനവചനം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോരുത്തരെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ തിരുവചന ഭാഗമായ പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ ഒന്ന് കേൾക്കാം. എൻ്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പുലിക്കടക്കാരനെ പോലെ ഇരിക്കരുത്. അവനോട് പലിശ വാങ്ങുകയുമരുത്. നീ കൂട്ടുകാരൻ്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കണം. അതുമാത്രമല്ലോ അവൻ്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം. അവൻ പിന്നെ എന്തോന്ന് പുതച്ചു കിടക്കും. അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. ഞാൻ കൃപയുള്ളവനല്ലോ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മെ ഒരു വലിയ ആത്മീയ സത്യത്തിലേക്ക് നയിക്കുന്നു. ദൈവം മനുഷ്യരുടെ പുറം ഭംഗി നോക്കുന്നവനല്ല, മറിച്ച് ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലുമുള്ളവരുടെ നിലവിളി കേൾക്കുന്ന കാരുണ്യവാനായ ദൈവമാണ്. ഇവിടെ ദൈവം പറയുന്നത്, ദരിദ്രനോട് സഹായം ചെയ്യുമ്പോൾ സ്വാർത്ഥതയോടെയല്ല, കരുണയോടെ അവന് സഹായം ചെയ്യണമെന്നാണ്. ഒരു മനുഷ്യൻ തൻ്റെ മേലങ്കി പോലും പണയം വെക്കേണ്ടുന്ന അവൻ്റെ ആ ഒരു അവസ്ഥയാണെങ്കിൽ അവൻ എത്ര ബുദ്ധിമുട്ടുള്ളവനാണ് എന്ന് ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇത് വെറും സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള ഒരു തിരുവചനം മാത്രമല്ല, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന ഹൃദയം നമുക്കുണ്ടാകണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഇന്നത്തെ ലോകത്ത് പലരും ചിരിച്ചുകൊണ്ട് നടക്കുന്നു, പക്ഷേ അവരുടെ ഉള്ളിൽ വേദനപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന, തകർന്നിരിക്കുന്ന ഒരു ഹൃദയമുണ്ടാകാം. അവരെ കുറ്റപ്പെടുത്തുവാനല്ല, അവരെ കരുണയോടെ കരുതലോടെ സമീപിക്കുവാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഞാൻ കരുണയുള്ളവനാകുന്നു എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ ഹൃദയ ഭാഗമാണ്. പ്രിയ ദൈവമക്കളെ, ദൈവം കരുണയുള്ളവനാകിയാൽ അവൻ്റെ മക്കളായ നാം എല്ലാവരും കരുണയുള്ളവർ തന്നെ ആയിരിക്കണം എന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണാം. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജോലിസ്ഥലത്ത്, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ നാം ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ ആ മേഖലകളിലൊക്കെയും നമ്മിലൂടെ മറ്റൊരാൾക്കും വേദന ഉണ്ടാകാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ തിരുവചനം നമ്മോട് ചോദിക്കുന്നു,
നിന്റെ അടുത്തുള്ളവന്റെ കണ്ണുനീർ നീ കാണുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ദൈവമായ കർത്താവേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഹൃദയം തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണമേ. സ്വാർത്ഥതയും കഠിന ഹൃദയവും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. സഹായം ആവശ്യമുള്ളവരെ കാണുമ്പോൾ അവരെ അവഗണിക്കാതെ സ്നേഹത്തോടെയും കരുതലോടെയും കരുണയോടെയും അവരെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ദുഃഖത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കടബാധ്യതകളാൽ വലയുന്നവർക്ക് പുതുവഴികളെ തുറന്നു നൽകണമേ. രോഗികളായവരെ അവിടുന്ന് സ്പർശിക്കണമേ. മനസ്സമാധാനമില്ലാതെ കഴിയുന്നവർക്ക് നിന്റെ സമാധാനം അവരിൽ ഐക്യമാറാകണമേ. ഈ വചന സന്ദേശം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിന്റെ വലങ്കൈ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഇന്നത്തെ ദിവസം മുഴുവനും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി ഞങ്ങൾക്ക് ദാനമായി നൽകി തരുമാറാകണമെന്ന് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം പിതാവേ. ആമേൻ.